എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Sun card, Hierophant energy, Eight of Pentacles, Page of Swords, Five of Cups and Seven of Cups. Energy connections, first of all. Sun card and Five of Cups energy connections ആണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസം കൂടുതലുള്ളൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ പലതും ഏറ്റെടുത്ത് ചെയ്യുന്നതൊക്കെ വളരെ വൃത്തിയായിട്ടും സൂക്ഷ്മതയോടും കൂടിയിട്ട് ചെയ്യുക. മറ്റുള്ളവരാൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മനസ്സമാധാനം സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് കോമ്പറ്റീഷൻ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും. പൊതുവേ നിങ്ങൾ എന്തിനും ഏതിനും ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഫീലിംഗ് ആയിരിക്കും. ഇപ്പോൾ ചാലഞ്ചിങ് സിറ്റുവേഷൻ ആയിരിക്കും. എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, എപ്പോഴും നിങ്ങളെ പ്രൂവ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ശത്രുക്കൾ കുറച്ച് കൂടുതലുള്ളൊരു സമയമായിരിക്കാം. ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും എന്തിലും എവിടെ ചെന്നാലും ശത്രുക്കൾ ചുറ്റുമുള്ള ഒരു ഫീലിംഗ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അഥവാ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആരെങ്കിലും നിങ്ങളെ എതിർക്കുകയോ അല്ലെങ്കിൽ ഒരു കാരണമില്ലേ അത് ശത്രുത വച്ചു പുലർത്തുന്നതും ഒക്കെ ആവാം. ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കെയർ പോലും ചെയ്യുന്നില്ല. മറിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്താണോ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ ഒരേ സിറ്റുവേഷനിൽ കോമ്പറ്റീഷൻ, ചില ആളുകൾ ഭയങ്കരമായിട്ട് നിങ്ങളോടൊരു ശത്രുതാ മനോഭാവം പുലർത്തുന്നുണ്ടാവാം. കാരണം ചിലപ്പോൾ അവരുടെ അപ്ലൈ ചെയ്ത അതേ പൊസിഷനിലായിരിക്കും നിങ്ങളിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടിയ എന്നൊരു കാരണം കൊണ്ട് മാത്രം. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പണ്ട് അലട്ടിയിരുന്ന ഒരു കാര്യമായിരിക്കാം. കാരണം എന്തിനാണ് അവരെന്നോട് ശത്രുത പുലർത്തുന്നത് എന്നുള്ളത്. പക്ഷേ അതിന് അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അവർക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടിയ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നതല്ല. കാരണം നിങ്ങളായിട്ട് ചെയ്ത തെറ്റുകളൊന്നുമല്ല ഈ ഒരു സിറ്റുവേഷനിലേക്ക് നയിച്ചത് എന്നുള്ളതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ്, ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഫീലിങ്ങിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്ങിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടിരിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരു ഉയർച്ചയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ആ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു എനർജി തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു എനർജി. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക്. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടായിരുന്ന ആളുകൾ, ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ നേരത്തെ നിങ്ങൾ ആരുടെ കൂടെയാണോ താമസിക്കുന്നത് അവിടെയല്ല ഇപ്പോൾ താമസിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ ആയിരുന്നിരിക്കും. ചില ആളുകൾക്ക് ഇത് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം പാരൻസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് എപ്പോഴും നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അതെ. പക്ഷേ അവരുടെ എനർജി അവരറിയാതെ തന്നെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി തരുന്നുണ്ട് എങ്കിൽ, അതായത് അവർ പൊതുവേ നെഗറ്റീവ് ആയിരിക്കാം. കാരണം അവർ വളർന്നു വന്ന അന്തരീക്ഷം അവരെ വളർത്തിക്കൊണ്ടുവന്നവരെ എപ്പോഴും നമ്മൾ പറയില്ലേ, ചില ആളുകൾ എപ്പോഴും പായാരം പറഞ്ഞ് സങ്കടം പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ചുറ്റും ജീവിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും നേടാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് കെട്ടുപോകും. ആ ഒരു തീ അണഞ്ഞു പോകും. കാരണം ഈ ചുറ്റും എപ്പോഴും നമ്മൾ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പണ്ടൊക്കെ മരം മുറിക്കുമ്പോൾ മരത്തിന് ചുറ്റും കൂടി നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു മരം മുറിച്ച് കളയുന്നതിന് വരാൻ കൂടി ചുറ്റി നിന്നിട്ട് അതിനെ ശപിക്കുക, അല്ലെങ്കിൽ അത് നശിച്ചു, അങ്ങനത്തെ നെഗറ്റീവ് ശാപവാക്കുകൾ പറഞ്ഞ് അത് തന്നെ ഉണങ്ങിപ്പോവും. കാരണം ഒരു മരം അത് തന്നെ ഉണങ്ങി പോവാമെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പം പലരും ഈ നെഗറ്റീവ് കാര്യങ്ങൾ പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് എടുത്താൽ മാത്രമാണ് സംഭവിക്കുക. പക്ഷേ എല്ലാ ആളുകൾക്കും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും, പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളുടെ ഇടയിൽ പോകുന്നത് നിങ്ങൾ നിർത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെയുള്ള റിലേറ്റീവ്സ് ആയിരിക്കാം. അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ജസ്റ്റ് ദൂരെ നിന്ന് നമസ്കാരം പറഞ്ഞിട്ട് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് പോലും അവരോടൊപ്പം ചിലവഴിക്കാതെ നിങ്ങൾ ഒരു തരത്തിൽ എസ്കേപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാകും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടാവാം നിങ്ങളുടെ എനർജിയിൽ മാറ്റം. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം.
ആ മാറ്റം എന്ന് പറയുന്നത് ഏത് വ്യക്തിയിൽ നിന്നാണോ നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ആ വ്യക്തിയെ അടുപ്പിക്കാതിരുന്നാൽ ലൈഫ് സുരക്ഷിതമാണ് എന്നുള്ളതാണ്. അതേപോലെ ഹൈറോഫൻ്റ് എനർജി ആൻഡ് പേജ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. മറ്റൊരു റീസൺ ലൈഫിൽ ഇപ്പോൾ ഒരു ഫീൽ ഗുഡ് തോന്നാൻ നിങ്ങൾ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ട്. ദൈവിക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളിൽ ഒത്തിരി താല്പര്യം നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിൽ ഒത്തിരി സക്സസ്ഫുള്ളും ആകുന്നു. കാരണം നിങ്ങൾ ഇതുവരെ ഫീൽ ചെയ്തിരുന്ന രീതിയിലല്ല ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് സ്വന്തം കയ്യിൽ വിശ്വാസം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു. നിങ്ങളൊരു പീസ് ഓഫ് മൈൻഡ്, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഇത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നു. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചില കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ നടത്തുകയാണ്. പരീക്ഷണങ്ങളെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, 9 to 5 ജോലിയുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ താല്പര്യമുണ്ട് മനസ്സിലെവിടെയോ. പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ ആരും തന്നെ ബിസിനസ് ചെയ്തിട്ടില്ല. അപ്പോൾ സപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു എപ്പോഴെങ്കിലും ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ. പക്ഷെ അപ്പോൾ തന്നെ അവരത് എന്താ പറയുക, മണ്ണിട്ട് മൂടിയ ഒരു സിറ്റുവേഷൻ കൊണ്ടുതരുന്നു. അതായത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു. പക്ഷേ അതെപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിപ്പോൾ ജോലി തുറന്നു കൊണ്ട് പോയിട്ട് സൈഡായിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി വരാൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഈ മാസത്തെ കാര്യമാണ്. അതുകൊണ്ട് ഈ മാസം അത് സക്സസ്ഫുള്ളായി മുന്നോട്ടേക്ക് പോകുന്നത് ഈ ലൈഫിൽ. കാരണം ഇവിടെ പുതിയ എന്തൊക്കെയോ ചെയ്യുന്നതാണ്, പരീക്ഷണങ്ങൾ ചെയ്യുന്നതാണ്. അതിപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ സംബന്ധിച്ച് നിങ്ങൾ ചെറിയ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്യുന്നു, അത് സക്സസ്ഫുൾ ആകുന്നു. അതിന് വിജയസാധ്യത മനസ്സിലാക്കി നിങ്ങളതൊരു ചെറിയൊരു ബിസിനസ്സായിട്ട് മാറുന്നു, ജീവിതമാർഗമായിട്ട്. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അവർ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എന്തെയോ ചെയ്യുന്നു, അത് ചെയ്തത് അതൊരു നല്ലൊരു കാര്യമായിട്ട് വരുന്നു എന്നുള്ള ആ രീതിയിൽ വെറുതെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സമ്പാദനത്തിനുള്ള ഒരു ഉപജീവന മാർഗമാക്കി മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ ഹൈറോഫൻ്റ് എനർജി ആൻഡ് 7 of Cups ആണ്. ഐഡിയാസ് ഒത്തിരി ഉണ്ട് നിങ്ങളിൽ. അപ്പോൾ ഈ ഒത്തിരി ഐഡിയാസ് മനസ്സിലുണ്ടാകുമ്പോൾ ഇത് നല്ലത് അത് നല്ലതെന്ന് പറഞ്ഞിരിക്കാതെ അതിന് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണ്ടുന്നത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അത് ഏറ്റെടുത്ത് ചെയ്യുക. ഐഡിയാസ് വെറുതെ മനസ്സിൽ വെച്ചൊന്നും നടക്കില്ല. ആ ഐഡിയാസ് പ്രാവർത്തികമാക്കുക. ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ മൈൻഡിലുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതിന് നിങ്ങളുടേതൊരു വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ ആണ്. ഒന്ന്, വ്യത്യസ്തത കൊണ്ട് അത് തുടങ്ങാവുന്നതും പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ആയിരിക്കില്ല. അതിൻ്റെ ചില വശങ്ങളുണ്ട്. അത് ഇച്ചിരി റിസ്ക്കി ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിൽ കോപ്പി അടിക്കാൻ പറ്റുന്നത്. കാരണം പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എളുപ്പത്തിൽ അത് തുടങ്ങും എന്ന് വെച്ചാൽ എന്ത് കാര്യമായാലും. പക്ഷേ ഈ തുടങ്ങുന്ന ആളുകൾ ഒന്നുകിൽ അത് വളരെ ഇതത്രയും ഈസി ആയിട്ട് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ അത് ഒരു രീതിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും. എന്ത് തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രത്യേക ഐഡിയാസ് ഉണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോവുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുന്ന ആളുകളാണ്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളിൽ ആ വ്യത്യസ്തത നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ചില ഐഡിയാസ് ആൻഡ് റിസർച്ച് പ്ലാൻസ് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഗവേഷണ രംഗത്തേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാർഷിക രംഗം, ഗവേഷണം, പല രീതിയിലുള്ള ഗവേഷണങ്ങൾ, റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് AI അതുപോലത്തെ അല്ലെങ്കിൽ നോർമൽ വളരെ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്ന തരത്തിലേക്കും കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഉള്ള തരത്തിലുള്ള ഓപ്പോസിറ്റ് ഇതിലുള്ള കണക്ട് ചെയ്യുന്ന തരത്തിലുള്ളതുമായിട്ടുള്ള ഗവേഷണങ്ങളിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ 8 of Pentacles and 5 of Cups എനർജി കണക്ഷൻസ് ആണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിലും ടീച്ചറാണെങ്കിലും ഒക്കെ. അതേപോലെ തന്നെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സമയം കൂടിയാണ്. ഇപ്പോൾ കരിയറിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ സ്കിൽസ് നേടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ ചില കോഴ്സുകൾ, പുതിയ കോഴ്സ് എടുക്കുന്നുണ്ട്. സർട്ടിഫിക്കേഷൻ കോഴ്സ്, ചിലപ്പോൾ പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ ഇന്നൊരു സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ടാവാം. കാരണം ആ ഒരു കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള ഒരു അവസരം.
പല സ്കിൽസ്, പല കാര്യങ്ങൾ നിങ്ങൾ അറിവ് നേടുന്നുണ്ട്. അറിവ് എപ്പോഴും നല്ലതാണ്, ഏത് മേഖലയിലായാലും. അപ്പോൾ അറിവ് നേടാൻ പറ്റിയൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നും സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.